നേരത്തെയുള്ള പരാമർശം ആവർത്തിക്കുക മാത്രമല്ല, പുതിയ വിവാദ പരാമർശങ്ങൾ കൂടി നടത്തുന്നുണ്ട് ബി ഗോപാലകൃഷ്ണൻ എന്നുള്ളതാണ്. നിലവിളക്ക് കൊളുത്തുന്നത് ഹറാമാണെന്ന് പ്രഖ്യാപിക്കുന്നവർക്ക് അമ്പലത്തിലെ കാര്യങ്ങൾ നോക്കാൻ നേരമുണ്ടാകില്ല എന്നാണ് ഇന്ന് നടത്തിയ പരാമർശം. അതുകൂടി കേൾക്കാം. ഈ തീർത്ഥാടന കേന്ദ്രത്തോട് അല്പം പോലും താല്പര്യമില്ലാത്തവരാണ്. ഈ തീർത്ഥാടന കേന്ദ്രത്തെ ബോധപൂർവം ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവിടെ തെരഞ്ഞെടുക്കപ്പെടാൻ പലപ്പോഴും ഇടതും വലതും നിർത്തിയിട്ടുള്ളത്. നിലവിളക്ക് കൊളുത്തുന്നത് ഹറാമാണെന്ന് പ്രഖ്യാപിക്കുന്നവർക്ക് ഇത് അന്വേഷിക്കാൻ പറ്റില്ല. നിലവിളക്ക് കൊളുത്തുന്നത് ഹറാമാണെന്ന് പ്രഖ്യാപിക്കുന്നവർക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിന് ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിതൊക്കെ അന്വേഷിക്കും. ഗോപാലകൃഷ്ണന്റെ വിവാദ പരാമർശത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. പൊന്നാനി എന്ന് പറയുന്നത് കേരളത്തിലെ മുസ്ലിങ്ങളുടെ ആസ്ഥാനമാണ്, അല്ലേ? ഒരു മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആസ്ഥാനമാണ്. അവിടെ ഹിന്ദു MLA-മാരാണ് ഉണ്ടായിരുന്നത്. പലപ്പോഴും ഗുരുവായൂരിൽ മുസ്ലിം MLA-മാരുണ്ടായിട്ടുണ്ട്. പല സ്ഥലത്തും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ കേരളത്തിൻ്റെ മതസൗഹാർദ്ദത്തിൻ്റെ ചില സവിശേഷതകളാണ്, ചില പ്രത്യേകതകളാണ്, സവിശേഷതകളാണ്. പിന്നെ BJP-ക്കാർ ഇത് പറയണതിൽ വല്ല അത്ഭുതം ഉണ്ടാവും. ജാതി പറഞ്ഞ് മതം പറഞ്ഞ് അവർ വോട്ട് പിടിക്കുന്നത്, അവരെപ്പോഴും അങ്ങനെയാണ് ചെയ്യുന്നത്. അതിലിപ്പോൾ എന്താ ഇത്ര അത്ഭുതം? അത് ഇലക്ഷൻ കമ്മീഷനാണ് നടപടിയെടുക്കേണ്ടത്. ഞങ്ങൾ പരാതിയും കൊടുത്തിട്ടുണ്ട്. എന്തായാലും ബി ഗോപാലകൃഷ്ണന്റെ പരാമർശത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് തേടിയെന്നാണ് വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.